നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ആരാണെന്നും നിന്റെ ബിസിനസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. യെസ്. എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യപ്പെട്ട ഒരുമ്പെട്ടവള് മറ്റാരുമല്ല, വന്ദനയാ. ഈ വിവരം തൽക്കാലം ശ്യാമ ആരോടും പറയരുത്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പത് അറിയാവൂ. വിക്രമിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാം പരസ്യപ്പെടുത്താവൂ. ഒന്നുകൂടെ പോ. ഇയാളതൊരു ശല്യമായല്ലോ. ഇവിടെ ഇത്രയധികം സ്ഥലമുള്ളപ്പോ എന്തിനാ ഞങ്ങൾക്കിടയിലൂടെ തള്ളിക്കേറിയ ഒരു പോക്ക്? ഇതൊന്നും സംസ്കാരമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വാശ്യാമേ, നമുക്ക് ആ ഭാഗത്തേക്ക് മാറി നിൽക്കാം. ഒരു ശല്യങ്ങള്. എന്താണ് അവനും വന്ദനയും തമ്മിലുള്ള ബന്ധം? 2 തവണ മര്യാദയില്ലാതെ കയറി ചെന്നിട്ടും അവരുടെ സംഭാഷണം വ്യക്തമായില്ല. അവർ തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അഥവാ ആണെങ്കിൽ അവനെ ഞാൻ തീർത്തിരിക്കും. വിക്രമിനെതിരെയുള്ള നമ്മുടെ അന്വേഷണത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം, അതിനെക്കുറിച്ചൊരു ധാരണ വേണം. ആദ്യം ചേച്ചി വിക്രമിനോടൊന്ന് സംസാരിക്കേ. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അവന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും പറയണം. ചെറുതായൊന്ന് വിരട്ടി നോക്ക്. അപ്പോ അവനൊരു പ്രതികരണം ഉണ്ടാവുമല്ലോ. അത് വെച്ച് വിക്രമിനെ തകർക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കാം. അതനുസരിച്ച് മുന്നോട്ട് പോവാം. എന്റെ ഫോൺ നമ്പറൊക്കെ വിക്രമിന് അറിയാം. ശ്യാമിന്റെ നമ്പരും അയാൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതിനിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. വന്ദനയ്ക്ക് ഫോണൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. എന്താ ഏർപ്പാടെന്ന് അറിയാനും വയ്യല്ലോ. ഒരു ഫോണൊക്കെ എടുത്തു കൊടുക്കാന്ന് വെച്ചാ പ്രണയത്തിന്റെ ഏർപ്പാട് വല്ലതും ആണോ? ഏയ്, അതൊന്നും അല്ല. രണ്ടുപേരുടെ മുഖഭാവം കണ്ടിട്ട് പ്രേമത്തിന്റെ ലാഞ്ചന പോലും കാണാനുമില്ല. ഇതാരുടെ ഫോണാ? എന്റെ സുഹൃത്തിൻ്റെതാ. റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്നത് ഞാൻ വാങ്ങി വരുന്ന വഴിയാ. അവന് തിരികെ കൊടുക്കണം. ഏതായാലും ഇപ്പോ ചേച്ചി ഈ ഫോണിൽ നിന്ന് വിക്രമിനെ ഒന്ന് വിളിക്കും. നന്നായിട്ടൊന്ന് പെരട്ടിക്കോ. ശ്യാമേ, അത് വേണോ? വേണം ചേച്ചി. ചേച്ചി വിളിക്കും. ഹലോ, വിക്രം കെ മേനോനല്ലേ? ആരാ? ആരാണെന്ന് ചോദിച്ചാ നിന്റെ കാലൻ. നീ ആരാണെന്നും നിന്റെ ബിസിനസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ദേ, ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചേക്കണം. ഇല്ലെങ്കിൽ നിനക്ക് മൂക്ക് കയറിടിഞ്ഞ്. നീ ആരാടി? പറഞ്ഞില്ലേ നിന്റെ കാലനാണെന്ന്. ഈ നിമിഷം മുതൽ മരണം നിന്നെ നിഴല് പോലെ പിന്തുടരുന്നുണ്ട്. സൂക്ഷിച്ചു. എന്നിട്ട് എല്ലാം അവസാനിപ്പിക്കാൻ. ആരാടി നീ? നിനക്കെന്നെ അറിയില്ല.
ഹലോ ഷിറ്റ് ഫോണ് കട്ടാക്കി അവള്. ഇപ്പോൾ അവനെ ഹാലിളകി തുടങ്ങും. ശ്ശേ. ആരായിരിക്കും എന്നെ വിളിച്ചത്? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യമുള്ള ഒരുത്തി. എന്നെ വിളിച്ച ഫോണിനെ കൊടുന്ന് കേട്ടോക്കാം. ഹലോ, വിക്രം കെ മേനോനല്ലേ? ആരാ? ആരാണെന്ന് ചോദിച്ചാ നിന്റെ കാലൻ, നീ ആരാണെന്നും നിന്റെ ബിസിനസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. യെസ്. എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യപ്പെട്ട ഒരുമ്പെട്ടവള് മറ്റാരുമല്ല, വന്ദനയാ. കാലനാണത്രേ. കാലന് ലൈസൻസ് കൊടുക്കുന്നവനായി വിക്രം. തീക്കൊള്ളി കൊണ്ടാണ് അവള് തലചൊറിയുന്നത്. സ്വയം കുഴി വെട്ടിയിട്ട് മരണം യാചിച്ചു വാങ്ങാൻ വന്നിരിക്കുക അവള്. അവളുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.